തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. 106 കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി. കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോ ആന്റണിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ്. രജിസ്ട്രേഷൻ സംബന്ധിച്ച ഫയലുകളിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. രജിസ്ട്രേഷൻ വകുപ്പിനെ സുതാര്യവും കാര്യക്ഷമവുമാക്കി ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം ബുധനാഴ്ച തുടങ്ങും. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ അതിരപ്പള്ളിയിലെത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ആവേശലഹരിയായി. മതിവര കാഴ്ചകളുമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൊയ്ക്കുതിരകൾ എഴുന്നള്ളി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കൂറയിട്ടു. പെരുമ്പിലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന അക്കാദമിക് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ 106 ഭേദഗതി വരുത്തുന്നത് അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ടിലൂടെ 2016 മുതൽ തുടക്കം കുറിച്ചതാണ് ആ പ്രോസസ്സ്. അത് ഇനിയും തുടരുകയാണ്. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള ഭേദഗതി വരുത്തുകയാണ്. അത് നാളെ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ 106 ഭേദഗതികൾ വരുത്താൻ ഉള്ള പ്രക്രിയ അതിന്റെ അന്തിമഘട്ടത്തിലാണുള്ളത്. നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാ സങ്കീർണതകളിൽ നിന്നും, ഊരാക്കുടുക്കുകളിൽ നിന്നും, ചുവപ്പ് നാടയിൽ നിന്നും അതിനെ മോചിപ്പിക്കുക എന്നത് ഈ സർക്കാരിന്റെ ലക്ഷ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളും അതിനൊപ്പം വരണം, സഞ്ചരിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണ്? തദ്ദേശ സ്ഥാപനങ്ങളാണ്. അവരുടെ വരുമാനമാണ് ഗണ്യമായിട്ട് വർദ്ധിക്കുക. അത് നമ്മൾ പ്രത്യേകമായൊരു സെഷനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാർച്ച് 30-നുള്ളിൽ മാലിന്യമുക്ത നവകേരളം കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. 40 ദിവസത്തിനുള്ളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാലിന്യമുക്ത പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കണമെന്നും ഇല്ലെങ്കിൽ സർക്കാർ നേട്ടത്തിനൊപ്പം എത്താത്ത അപരിചിതർ എന്ന മുദ്ര നേരിടേണ്ടി വരുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. നവംബർ 1-ന് ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോകുകയാണെന്നും 18,000 കുടുംബങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. N.K. അക്ബർ MLA അധ്യക്ഷനായിരുന്നു. മേയർമാരായ M.K. വർഗീസ്, മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V.S. പ്രിൻസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷം ബുധനാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. TC വിനോസ്, തൃശൂർ. പ്രായം 11 മാത്രം വയലിനിൽ നാദവിസ്മയം തീർക്കുന്ന ഗംഗ ശശിധരൻ ഇതുവരെ പരിപാടികൾ അവതരിപ്പിച്ചത് 200-ലേറെ വേദികളിൽ. തദ്ദേശ ദിനാഘോഷ വേദിയിലും ഗംഗ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചു. വയലിൻ തന്ത്രികളിൽ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഗംഗ ശശിധരൻ നവമാധ്യമങ്ങളിലെയും വേദികളിലെയും മിന്നും താരമാണ്. വയലിനിൽ നാദവിസ്മയം തീർക്കുന്ന ഈ 11 വയസ്സുകാരി വിദേശത്തും സ്വദേശത്തുമായി ഇതുവരെ 200-ലധികം വേദികളിൽ വയലിൻ കച്ചേരിയും സംഗീത പരിപാടികളും അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ നിരവധി രാഗങ്ങൾ വയലിനിൽ വായിച്ചിട്ടുണ്ടെങ്കിലും ആബേരി, നാട്ട എന്നീ രാഗങ്ങൾ വായിക്കാനാണ് ഈ 6ാം ക്ലാസ്സുകാരിക്ക് ഏറെ ഇഷ്ടം. ആബേരി വായിക്കാൻ ഇഷ്ടം, നാട്ട വായിക്കാൻ ഇഷ്ടം. അത് അമ്മ ചെറുപ്പത്തിലെ ഇങ്ങനെ പാട്ടുകൾ കേൾപ്പിച്ചത്, അപ്പം അങ്ങനെ പഠിക്കാൻ തോന്നിയിട്ടാ. എനിക്ക് സംഗീതത്തോട് നല്ല ഇഷ്ടമാണ്. എല്ലാ പ്രമുഖന്മാരോട് കൂടെ വായിക്കാൻ പറ്റി, സന്തോഷം.
മലപ്പുറം വെളിയങ്കോട് ശശിധരൻ കൃഷ്ണവേണി ദമ്പതികളുടെ മകളായ ഗംഗ 4.5 വയസ്സു മുതലാണ് വയലിൻ അഭ്യസിച്ചു തുടങ്ങിയത്. ഗുരുവും പ്രശസ്ത വയലിനിസ്റ്റുമായ TS അനുരൂപിനോടൊപ്പമുള്ള വയലിൻ കച്ചേരികൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. അമ്മ വീട് ഗുരുവായൂർ എന്നതാണ് തൃശൂരുമായുള്ള ഗംഗയുടെ അടുപ്പം. വാതാപി ഗണപതി, മരുതമലൈ മാമണിയെ, സാമവേദം നാവിലുണർത്തുന്ന കുനുകുനെ കുറുനിരകൾ തുടങ്ങി നിരവധി ഗാനങ്ങൾ അതിമനോഹരമായി തന്നെ ഗംഗ വയലിനിൽ വായിക്കും. ഗുരുവായൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിലും വയലിനിൽ നാദതാരമൊഴിച്ച് ഗംഗ സദസ്സിനെ കയ്യിലെടുത്തു. സംഗീതവേദികളിലെ തിരക്കുള്ള താരമാണ് ഇന്ന് ഗംഗാ ശശിധരൻ എന്ന ഈ കുഞ്ഞു താരം. കുഞ്ഞല്ല, വലിയ താരം തന്നെയാണ്. അത്രമാത്രം മികവോടെയാണ് ഓരോ വേദികളിലും പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എന്തായാലും അഭിനന്ദനങ്ങൾ. ഇനിയും മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TC വിനോസ്. പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജു ആന്റണിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകി. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് VS സവിതയാണ് 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന് 5 ദിവസത്തെ സാവകാശം വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. വ്യാഴാഴ്ച രാവിലെ 11-ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിയെ ആശാരിപ്പാറയിലെ വീട്ടിലെത്തിച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്തും. ഇതിനു പുറമെ കവർച്ചയ്ക്ക് ശേഷം പ്രതി സ്കൂട്ടറിൽ സഞ്ചരിച്ച വഴികളും പരിശോധിക്കും. ഞായറാഴ്ച വൈകിട്ടാണ് പ്രതിയെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത്. രജിസ്ട്രേഷൻ വകുപ്പിനെ സുതാര്യവും കാര്യക്ഷമവുമാക്കി ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഈ വർഷം തന്നെ ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് നടപ്പിലാക്കുമെന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. തൃശൂർ ജില്ലാ രജിസ്ട്രേഷൻ ഓഫീസിൽ ജില്ലാതല അവലോകനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ വരുമാന സ്രോതസ്സിൽ 2ാം സ്ഥാനത്തുള്ള രജിസ്ട്രേഷൻ വകുപ്പിന് ഇന്ന് സംസ്ഥാനത്ത് 315 സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിലവിലുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വകുപ്പിനെ ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിച്ചു വരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ രജിസ്ട്രാർ ഓഫീസുകളും കമ്പ്യൂട്ടർവൽക്കരിച്ചു. രജിസ്ട്രേഷനുള്ള തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിക്കാനുള്ള ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തി. ആധാരപ്പകർപ്പുകൾ, ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ ഓൺലൈനായി ലഭ്യമാക്കി വരുന്നു. ഒരു ജില്ലയ്ക്കകത്ത് ആധാരങ്ങൾ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം, മുദ്രപത്രങ്ങൾക്ക് സ്റ്റാമ്പിംഗ്, വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള സൗകര്യം, പണമിടപാടുകൾക്ക് പോസ്, പേയ്മെന്റ് സൗകര്യം തുടങ്ങി വിവിധ സേവന മേഖലകളിൽ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും സുഗമമായും ലഭ്യമാക്കുക എന്നതാണ് ഈ പരിഷ്കാരങ്ങളുടെയെല്ലാം ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് പല ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന സബ് രജിസ്ട്രാർ ഓഫീസുകൾ ഇപ്പോഴുള്ള ഇടങ്ങളിലെ പ്രശ്നങ്ങൾ പരിമിതി പരിശോധിച്ച് പരിഹരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഓരോ ജില്ലയിലും നേരിട്ട് ചെന്ന് നേട്ടങ്ങളും അതോടൊപ്പം പ്രശ്നങ്ങളും വിലയിരുത്താൻ തീരുമാനിച്ചത്. പിന്നീട് ഈ ജില്ലയിൽ സബ് രജിസ്ട്രാർ വാർഡ് യോഗം വിളിച്ചു ചേർത്തതും ഇതിന്റെ ഭാഗമായിട്ടാണ്. വകുപ്പിൽ IG അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ അവലോകനത്തിൽ ആധുനികവൽക്കരണ നടപടികൾ വേഗത്തിലാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ സുഗമവും സുതാര്യവുമായി ലഭ്യമാക്കുക എന്നതാണ് വകുപ്പിന്റെ ലക്ഷ്യം. ജില്ലയിൽ നടന്ന അവലോകന യോഗത്തിൽ വകുപ്പ് IG ശ്രീധന്യ സുരേഷ്, ജില്ലാ രജിസ്ട്രാർ, ജില്ലയിലെ 30 സബ് രജിസ്ട്രാർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ.
രജിസ്ട്രേഷൻ വകുപ്പിന് യന്ത്രവൽക്കരണത്തോട് പുറംതിരിഞ്ഞ് നിൽക്കാനാകില്ലെന്നും വകുപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സഹകരണവും പിന്തുണയും വേണമെന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആധാരമെഴുത്ത് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധാരമെഴുത്തുകാരുടെയും പെൻഷൻകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി ബോർഡ് ചേർന്ന് അംഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഴിമതി ഒരു വിധത്തിലും അംഗീകരിക്കാനാകില്ല. അടുത്തിടെ തൃശൂരിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ, സ്വാഗത സംഘം ചെയർമാൻ KL അലക്സ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ED കൊച്ചു മാത്യു, ജില്ലാ സെക്രട്ടറി തോമസ് വടക്കൻ, സംസ്ഥാന ട്രഷറർ CP അശോകൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി A അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം ബുധനാഴ്ച തുടങ്ങും. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ അതിരപ്പള്ളിയിലെത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് എത്തിക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി 3 കുങ്കിയാനകളെ കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ എത്തിച്ചിരുന്നു. അതേസമയം ആനയെ മയക്കുവെടി വെക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് DFO R ലക്ഷ്മി പറഞ്ഞു. ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അരിക്കൊമ്പനായി 2 വർഷം മുമ്പ് കെട്ടിയ കൂടിന്റെ അടിഭാഗം പൂർണ്ണമായും ദ്രവിച്ചതിനാൽ പഴയത് പൊളിച്ച് പുതിയ കൂടാണ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 24-നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിൽ ആനയെ ആദ്യം മയക്കുവെടി വെച്ചത്. മസ്തകത്തിലെ മുറിവിന് ചികിത്സ നൽകി വിട്ടയക്കുകയായിരുന്നു. മറ്റത്തൂർ ചൊക്കന എസ്റ്റേറ്റിൽ പാഡികൾക്ക് സമീപം കാട്ടാനയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. വാഴകൾ ഒടിച്ചിട്ട കാട്ടാന പ്ലാവുകളിലെ ചക്കകൾ തിന്നു തീർത്തു. 2 പാഡികളിലേക്കുള്ള സർവീസ് വയറുകളും ആന നശിപ്പിച്ചു. ഒറ്റയാനാണ് ഇറങ്ങിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ആവേശലഹരിയായി. കുമ്പംകുടങ്ങളുടെ അകമ്പടിയോടെ തട്ടക കുതിരകളുടെ എഴുന്നള്ളിപ്പോടുകൂടി മാമാങ്കത്തിന് തുടക്കമായി. പുന്നംപറമ്പ് ദേശമാണ് ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത്. വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര, പാർലിക്കാട്, മംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കുതിരകൾ കുമരൻ കിണറ്റിങ്കര ക്ഷേത്രത്തിനു സമീപം വീണക്കണ്ടത്തിലെത്തി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ഭഗവതി കുതിരയ്ക്കൊപ്പം ദേശകുതിരകളെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തിരുവാണിക്കാവ് ക്ഷേത്രസന്നിധിയിൽ പത്മശ്രീ പെരുവനംകുട്ടാൻ മാരാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം നടന്നു. തുടർന്ന് എഴുന്നള്ളിപ്പ് കുതിരകൾ ക്ഷേത്രം വലം വെച്ചുള്ള ആവേശകരമായ കുതിരക്കളിയും നടന്നു. മാമാങ്കത്തിൽ മുങ്ങി മച്ചാട്. കാവ് കയറിയ കുതിരകളും മേളപ്പെരുക്കവും ആവേശം വാനോളമുയർത്തി. കറുപ്പും വെളുപ്പും പച്ചയും സ്വർണ്ണവർണ്ണത്തിലുമായി നാനാവലുപ്പത്തിൽ അണിയിച്ചൊരുക്കിയ പൊയ്ക്കുതിരകളാണ് ദേശക്കാരുടെ തോളിലേറി കാവ് താണ്ടിയെത്തിയത്. വാനം മുട്ടെ ഉയർന്നു ചാടിയും താണു വീണ് ദേവിയെ വണങ്ങിയും മത്സരം കണക്കെ പരസ്പരം ചാടി ഓടിയും കുതിരകൾ തട്ടകത്തെ ആവേശത്തിലാഴ്ത്തി. ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയെത്തിയ അലങ്കരിച്ച കുതിരക്കോലങ്ങൾ, ദേവിയെ വലം വെച്ച് നടത്തുന്ന കുതിരക്കളി ദേശഭാഷാ വ്യത്യാസമില്ലാതെ മാമാങ്കത്തിലേക്ക് ഒഴുകിയെത്തിയ കാഴ്ചക്കാരിൽ ഉത്സവാവേശം പകർന്നു. ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറിയ പെരുവനം കുട്ടന്മാരാരുടെ പാണ്ടിമേളം മാമാങ്ക പൊലിമ കൂട്ടി. കുംഭക്കൂടം എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പൂതൻ, തിറ, ഹരിജൻ വേല, വെടിക്കെട്ട്, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പറപുറപ്പാട്, താലം, ഒടുക്കം, ആചാരപ്പെരുമ നിറഞ്ഞ കൂട്ടക്കതിരവെടി, ഇങ്ങനെ സമാനതകളില്ലാത്ത ആചാര ആഘോഷ കാഴ്ചകളാണ് മച്ചാട് മാമാങ്കം സമ്മാനിക്കുന്നത്. TCV
തൃശൂർ. പെരുമ്പിലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം പോലീസ് തെളിവെടുപ്പിൽ ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. പെരുമ്പിലാവ് KR ബാറിലെ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിൽ ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്കും വടികളും പോലീസ് കണ്ടെത്തി. ബാറിലെ ജീവനക്കാരായ പാലക്കാട് ചേരമംഗലം സ്വദേശി ജയൻ, തിരുവനന്തപുരം പരപ്പംകുന്ന് സ്വദേശി സുജിത്, പാലക്കാട് സ്വദേശി ഷിജുകുമാർ എന്നിവരുമായാണ് കുന്നംകുളം പോലീസ് ബാറിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ടാണ് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ രക്തസ്രാവം സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. TCV ന്യൂസ്, കുന്നംകുളം. ടാറ്റ കേരള വിഷൻ സംയുക്ത സംരംഭമായ കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയുടെ ആദ്യ ഓൺ-ഗ്രിഡ് സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഒളരിക്കര കുണ്ടോളി രമേശിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ COA സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഇതിനോടകം നിരവധി യൂണിറ്റുകൾ സ്ഥാപിച്ചതായും KSCB നെറ്റ് മീറ്ററുകൾ ഘടിപ്പിക്കുന്നതിനനുസരിച്ച് പ്രവർത്തന സജ്ജമാകുമെന്നും 2025 മാർച്ച് 31 മുൻപായി 100ഓളം യൂണിറ്റുകളുടെ പൂർത്തീകരണം നടപ്പിലാക്കുമെന്നും CA ബൈജു പറഞ്ഞു. ടാറ്റയുടെ സോളാർ പദ്ധതിയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയും കേരള വിഷന്റെ ദീർഘകാല ഉപഭോക്തൃ സേവനവും സംയോജിക്കുമ്പോൾ മികച്ച വിൽപ്പനാനന്തര സേവനമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയെന്ന് കേരള വിഷൻ സോളാർ ഹോംസ് ഡയറക്ടർ ജോർജ് ലിയോ പറഞ്ഞു. COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ബിജുകുമാർ, പ്രൊജക്ട് കോർഡിനേറ്റർ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. പുതിയ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ താൽപര്യമുള്ളവർക്ക് കേരള വിഷൻ സോളാർ ഹോംസിന്റെ 9400 03 5100 9400 03 5200 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് ബീച്ച് പരിസരത്തുണ്ടായ തീപിടുത്തത്തിൽ 4 വഞ്ചികൾ കത്തിനശിച്ചു. ബീച്ചിന് സമീപമുള്ള പറമ്പിൽ കയറ്റിയിട്ടിരുന്ന 4 വഞ്ചികൾക്കാണ് തീപിടിച്ചത്. ഒരു വഞ്ചി പൂർണ്ണമായും കത്തിനശിച്ചു. പ്രളയകാലത്ത് ചാലക്കുടിയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ആച്ചി അനിലിന്റെ ഉടമസ്ഥതയിലുള്ള വഞ്ചിയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വിനോദിന്റെ വഞ്ചിയും വലകളും കത്തിനശിച്ചു. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിലടക്കം 12ഇടത്ത് ED റെയ്ഡ്. കേസിലെ പ്രധാന സൂത്രധാരനെന്ന് സംശയിക്കുന്ന ആനന്ദകുമാറിന്റെ വീട്ടിലും ആനന്ദകുമാറിന്റെ ഭാരവാഹിത്വത്തിലുള്ള തോന്നക്കൽ സായി ഗ്രാമത്തിലും റെയ്ഡ് നടക്കുന്നുണ്ട്. നേരത്തെ കേസിൽ ED കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. EDയുടെ കൊച്ചി ഓഫീസാണ് റെയ്ഡ് നടത്തുന്നത്. നേരത്തെ ലാലി വിൻസെന്റിനെ പാതിവില തട്ടിപ്പ് കേസിൽ പോലീസ് പ്രതി ചേർത്തിരുന്നു. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. പശ്ചിമ ബംഗാളിലെ സിംഗൂരിലുണ്ടായ അതേ വിഷയം പാലക്കാട് ബ്രൂവറി ഫാക്ടറിയുടെ കാര്യത്തിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ. റാഗിങ്ങിന്റെ പേരിൽ കേട്ടുകേഴ്വയില്ലാത്ത മൃഗീയമായ ക്രൂരത നടത്തിയ വിദ്യാർത്ഥികളെ SFIയിൽ നിന്നും വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും ഒഴിവാക്കി ക്രിമിനൽ നിയമ നടപടിക്ക് വിധേയരാക്കണമെന്നും PV അൻവർ പറഞ്ഞു. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ നേതൃസംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആനാവൂർ നാഗപ്പൻ്റെ മരുമകനെ KTDC നമുക്കറിയാം, കേരള ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വലിയ കടത്തിലും പരാജയത്തിലുമാണ്. 40,000 ശമ്പളമുണ്ടായിരുന്നവന് 1,01,500 രൂപ ശമ്പളം കൊടുക്കാൻ മന്ത്രിസഭ പ്രത്യേക യോഗം ചേർന്ന് പ്രത്യേക സുരക്ഷ ഒരുക്കുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അഴിമതി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബ്രൂവറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഒറ്റക്കെട്ടായി എതിർത്തിട്ടും ഒരു തുള്ളി കുടിവെള്ളമില്ലാത്ത പാലക്കാടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കോടിക്കണക്കിന് നിത്യം ലിറ്റർ വെള്ളം ആവശ്യമായി വരുന്ന ഒരു ഫാക്ടറി കോടികൾ അഴിമതി നടത്തി വാശി പിടിച്ച് നടത്താൻ പോകുന്ന ഗവൺമെൻറ്റാണ്. കത്തുന്ന പരക്ക് ഊരുന്ന കഴുക്കോൽ ലാഭം എന്ന് നമ്മളെ പഴയ ആളുകൾ പറഞ്ഞതുപോലെ ഇത് അവസാനിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇതാ കേരളത്തിലും നടക്കാൻ പോകുന്നു. കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി എതിർത്തിട്ടും ഒരു തുള്ളി വെള്ളമില്ലാത്ത പാലക്കാട് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം വേണ്ടിവരുന്ന ബ്രൂവറി ഫാക്ടറി കോടികളുടെ അഴിമതി നടത്തിയാണ് വാശി പിടിച്ച് നടപ്പാക്കാൻ പോകുന്നത്.
കത്തുന്ന പുരയ്ക്ക് ഊരുന്ന കഴുക്കോൽ ലാഭം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. കുടുംബം പോറ്റാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ ജോലിയെടുക്കുന്ന ഡോക്ടറേറ്റ് എടുത്തവരുള്ള ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ വിദ്യാസമ്പന്നന്മാർ ജീവിക്കുന്ന നാടാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമെന്നും PV അൻവർ പരിഹസിച്ചു. താൽക്കാലിക നിയമനങ്ങൾ പരിപൂർണമായും രാഷ്ട്രീയവൽക്കരിച്ച് CPMന്റെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രമായി വീതിക്കപ്പെടുകയാണ്. 45 ലക്ഷം ചെറുപ്പക്കാരാണ് ഇവിടെ ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 10, 20, 25, 30 വർഷമായിട്ട് കാത്തിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിൽ മിക്കവരും കുടുംബം പോറ്റാൻ വേണ്ടി ഈ പറയുന്ന റെസ്റ്റോറൻറ്റുകളിൽ പോലും ജോലി ചെയ്യുന്ന ഡോക്ടറേറ്റ് എടുത്തവരുള്ള ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ വിദ്യാസമ്പന്നർ ജീവിക്കുന്ന നാടിൻ്റെ പേരാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം. TMC ജില്ലാ നേതൃസംഗമം PV അൻവർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ NK സുധീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർമാരായ അഡ്വക്കേറ്റ് A മനോജ്, ഹംസ പറക്കാട്ട്, എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഗാർഗിൽ സുധീർ, തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടിയുടെ സംസ്ഥാന പ്രതിനിധി യോഗം ഞായറാഴ്ച മലപ്പുറത്ത് സംഘടിപ്പിക്കുമെന്ന് PV അൻവർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. മതിലകം പുന്നയ്ക്ക ബസാറിൽ കാറിൽ നിന്ന് 6 ഗ്രാം MDMA-യുമായി പിടികൂടിയ പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കോതപ്പറമ്പ് സ്വദേശി ഹാരിഷാണ് സ്റ്റേഷനിലെത്തിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെട്ടത്. ഒപ്പം രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റൊരു പ്രതിയായ കൂരിക്കുഴി സ്വദേശി മുസ്മിലിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. ഹാരിഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുന്നംകുളം പെരുമ്പിലാവ് അക്കിക്കാവിൽ സ്വകാര്യ കോളേജ് ബസും ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനികളായ ആരാധന, ഹേന, സൽമത്ത്, നിദ നസ്രീൻ, ഋതുനന്ദ, സഹല, നിഫിദ, കോളേജ് ജീവനക്കാരി സക്കിയ, സ്കൂട്ടർ യാത്രികൻ ഷാജി, ലോറി ജീവനക്കാരൻ മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തുനിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ കോളേജിന്റെ ബസ് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിലും ലോറിയിലും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കോളേജ് ബസിനും ലോറിക്കും സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കടലിൽ കുടുങ്ങിയ 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 18 നോട്ടിക്കൽ മൈലകലെ ചേറ്റുവാഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ പ്രവർത്തനം നിലച്ച് കുടുങ്ങിയ തൂത്തുക്കുടി സ്വദേശി മംഗളരാജു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ശെൽവാഭിഷേക് എന്ന ബോട്ടും 3 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷെനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി, വിജീഷ് A മാട്ട്, ബോട്ട് സ്രാങ്ക് റഷീദ് മുനയ്ക്കക്കടവ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ആനകൾ ഇടയുന്ന സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ. ആന എഴുന്നള്ളിപ്പിനെതിരെ നിലപാടെടുക്കുന്ന ചിലരുടെ ഇടപെടൽ ആനയിടയലിൽ ഉണ്ടെന്ന് സംശയിക്കുന്നതായി എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ആരോപിച്ചു. ആനയുടെ കണ്ണിലേക്ക് ലേസർ രശ്മികൾ അടിച്ച് ആനകളെ പ്രകോപിതരാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. കൊയിലാണ്ടിയിൽ ഉത്സവ കമ്മിറ്റി അറിയാതെ ആനയ്ക്ക് പിന്നിൽ പടക്കം പൊട്ടിച്ചതാണ് ആനകൾ ഇടയാൻ കാരണമായത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആന എഴുന്നള്ളിപ്പിനെതിരെ വ്യവഹാരം നടത്തുന്ന സംഘടനകളുടെയും വ്യക്തികളെയും കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി PS രവീന്ദ്രനാഥൻ, സെക്രട്ടറി K മഹേഷ് എന്നിവർ ആവശ്യപ്പെട്ടു. സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ ജീവനക്കാരന്റെ ജാമ്യാപേക്ഷ തള്ളി. കുരുവലശ്ശേരി സഹകരണ ബാങ്കിലെ ജൂനിയർ ക്ലർക്ക് വടമ ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിന്റെ ജാമ്യാപേക്ഷയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. ബാങ്ക് മുൻ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ, മുൻ സെക്രട്ടറി KB സജീവ് എന്നിവർ കേസിൽ 1ഉം 2ഉം പ്രതികളാണ്. കൌൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായാണ് വഞ്ചിക്കുളം ഫെസ്റ്റ് നടത്താൻ മേയർ അനുമതി നൽകിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. വഞ്ചിക്കുളം ഫെസ്റ്റ് നടത്താനുള്ള വിനോദ് കുമാർ എന്നയാളുടെ അപേക്ഷയുള്ള അജണ്ട പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് കൌൺസിൽ യോഗം മാറ്റിവെച്ചിരുന്നു. കൌൺസിലിനെ നോക്കുകുത്തിയാക്കിയാണ് വീണ്ടും മേയർ അനുവാദം നൽകിയത്. മേയറുടെ പ്രത്യേക താൽപര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. എത്ര പച്ചയായാണ് മേയർ നിയമം ലംഘിക്കുന്നത് എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത്.
പരിപാടിയുടെ പേരിൽ ഇതിനകം തന്നെ വ്യാപകമായ പണപ്പിരിവും അഴിമതിയുമാണെന്ന് ജോൺ ഡാനിയേൽ പറഞ്ഞു. ഗതാഗത തിരക്കേറിയ തൃശൂർ കാനാണി റോഡിൽ ഒളരി ESI ആശുപത്രിക്ക് മുൻപിൽ സീബ്ര വരകൾ പുതുക്കി വരച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. സീബ്ര വരകൾ മാഞ്ഞതിനെ തുടർന്ന് അപകടങ്ങൾ പതിവാകുന്നതായി TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പൊതുമരാമത്ത് വിഭാഗം അധികൃതരുടെ ഇടപെടലിൽ മാഞ്ഞുപോയ സീബ്ര വരകൾ പുതുക്കി വരയ്ക്കുകയായിരുന്നു. ESI ആശുപത്രിയിലേക്ക് വരുന്ന നിരവധി രോഗികളും സഹായികളും ബസ്സിറങ്ങി റോഡ് മുറിച്ച് കടക്കേണ്ട സാഹചര്യമുള്ളതിനാൽ അപകട സാധ്യത കൂടുതലുള്ള ഇടമാണ് ഇവിടം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാരം മേള പ്രമാണി പഴുവിൽ രഘുമാരാർക്ക് സമ്മാനിക്കും. തങ്കപ്പതക്കവും പ്രശസ്തിപത്രവും കീർത്തിഫലകവും പൊന്നാടയും ഉൾപ്പെടുന്ന പുരസ്കാരം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. റോഡ് പുനർനിർമ്മാണത്തെ തുടർന്ന് ഗതാഗതക്കുരുക്കിൽ തൃശൂർ കുന്നംകുളം റോഡ്. ഒരേസമയം പൂങ്കുന്നത്തും കേച്ചേരിയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂങ്കുന്നം ഭാഗത്തു നിന്നും പുഴയ്ക്കൽ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. പൂങ്കുന്നം മുതൽ പുഴയ്ക്കൽ വരെ രണ്ടിടത്ത് കലുങ്ക് പൊളിച്ച് വീതി കൂട്ടുകയാണ്. പുഴയ്ക്കൽ ഭാഗത്തു നിന്നും പൂങ്കുന്നത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. എന്നാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങൾ പടിഞ്ഞാറേക്കോട്ട അയ്യന്തോൾ വഴി പുഴയ്ക്കലിലെത്തി വേണം കുന്നംകുളം ഭാഗത്തേക്ക് പോകാൻ. കേച്ചേരിയിൽ നിന്നും ചൂണ്ടൽ വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടകളെ നാടുകടത്തി. കരുവന്നൂർ സ്വദേശി മുരിങ്ങത്ത് വീട്ടിൽ സുധീൻ, കാട്ടൂർ കാരാഞ്ചിറ സ്വദേശി തോട്ടാപ്പള്ളി വീട്ടിൽ അജീഷ് എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. സുധീൻ വധശ്രമ കേസടക്കം 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഭിന്നശേഷി സംവരണം മൂലം നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. KCBC വിദ്യാഭ്യാസ കമ്മീഷൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കൂടിക്കാഴ്ചയിൽ റവന്യൂ മന്ത്രി കെ രാജൻ, KCBC മാനേജേഴ്സ് കൺസോർഷ്യം പ്രസിഡന്റ് ഫാദർ ഡൊമിനിക് അയലുപറമ്പിൽ, ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു, മുൻ പ്രസിഡന്റ് ജോഷി വടക്കൻ, AD സാജു തുടങ്ങിയവർ പങ്കെടുത്തു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തൃശൂർ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളെ സന്ദർശിച്ചു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, ജില്ലാ കമ്മിറ്റി അംഗം കെ രവീന്ദ്രൻ എന്നിവരും സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു. നന്ദിപുലത്ത് വീട് കയറി ആക്രമണം നടത്തിയ സഹോദരന്മാരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കേ നന്ദിപുലം മൂലേക്കാട്ടിൽ വീട്ടിൽ അഖിലേഷ്, അഭിലാഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. നന്ദിപുലം സ്വദേശി സുഭാഷിന്റെ വീട് കയറിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സുഭാഷിനും അച്ഛനും സഹോദരിക്കും പരിക്കേറ്റിരുന്നു. സുഭാഷിനെ അസഭ്യം പറഞ്ഞത് പ്രതികളുടെ വീട്ടിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത് ലാൽ, കൃപേഷ്, ഷുഹൈബ് എന്നിവരുടെ രക്തസാക്ഷിത്വ അനുസ്മരണ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ മുൻവശത്ത് സംഘടിപ്പിച്ച അനുസ്മരണം KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K സുമേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജെലിൻ ജോൺ, അമൽ ഖാൻ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡെൽജിൻ ഷാജു, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KK ജെയ്ക്കോ തുടങ്ങിയവർ സംസാരിച്ചു. മാതാപിതാക്കൾ ഉയർത്തിയ ആശങ്കയെ മാനിക്കാതെ അതിന് യാതൊരു പരിഗണനയും നൽകാതെ തന്നെ CBI അന്വേഷണ ആവശ്യത്തെ പരിപൂർണ്ണ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് ഉപഭോക്തൃ കോടതിയുടെ അനുകൂല വിധി. തൃശൂർ മറ്റം തലക്കോട്ടൂർ വീട്ടിൽ ലോറൻസ് ഫയൽ ചെയ്ത ഹർജിയിലാണ് കോഴിക്കോടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചീഫ് ഏരിയ മാനേജർക്കെതിരെ വിധിയായത്. ഹർജിക്കാരന് 2,10,000 രൂപ നൽകാൻ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ നടുവിലാൽ ജംഗ്ഷനിൽ കുംഭവിത്ത് മേള സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളായി നടക്കുന്ന കുംഭവിത്ത് മേളയുടെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നിർവഹിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA ആദ്യ വിൽപ്പന നടത്തി.
കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ, കൌൺസിലർ ഐ സതീഷ് കുമാർ, കാർഷിക സംസ്കൃതി കൺവീനർ കെ രാജേന്ദ്ര ബാബു, കോർഡിനേറ്റർ കെ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മേള ബുധനാഴ്ച സമാപിക്കും. വിവിധ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള രക്തസാക്ഷി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ വർഗീസ് രക്തസാക്ഷി അനുസ്മരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. CPI-ML ലിബറേഷൻ സെക്രട്ടറി സണ്ണി അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. MV ചന്ദ്രൻ അധ്യക്ഷനായി. CPI-ML മാസ്ലൈൻ സെക്രട്ടറി PT ഹരിദാസ്, TK മുകുന്ദൻ, കവി വത്സരാജ്, രവി പാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സാമ്രാജ്യത്വത്തോടുള്ള സമീപനം വളരെ കാസ്റ്റിനെ കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കാസ്റ്റ് ക്ലാസ് റിലേഷൻഷിപ്പ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സ്ഥാപനത്തിന് B+ ഗ്രേഡോടെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഏജൻസിയുടെ അംഗീകാരം. കോളേജിന്റെ വിദ്യാഭ്യാസ ഗുണനിലവാരവും ഗവേഷണാത്മക പ്രവർത്തനങ്ങളും ശാസ്ത്ര സാങ്കേതിക മികവും ഭരണനിർവഹണ പര്യാപ്തതയുടെ കണക്കിലെടുത്താണ് അംഗീകാരം ലഭിച്ചതെന്ന് കോളേജ് മാനേജിംഗ് ട്രസ്റ്റി ഭാരവാഹികളായ ഡോക്ടർ M ബാലഗോപാൽ, G രാജേഷ് എന്നിവർ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിലറുടെ ഭർത്താവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. കുറുക്കൻപാറ സ്വദേശി തോലത്ത് വീട്ടിൽ ജെയ്മിനെയാണ് അറസ്റ്റിലായത്. ആർത്താറ്റ് വാർഡ് കൌൺസിലർ മിഷയുടെ ഭർത്താവ് മുട്ടത്ത് വീട്ടിൽ സെബാസ്റ്റ്യനാണ് കഴിഞ്ഞ ദിവസം വെട്ടേറ്റത്. സെബാസ്റ്റ്യൻ നടത്തുന്ന പലചരക്ക് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനെന്ന പേരിലെത്തിയാണ് ജെയ്മി ആക്രമണം നടത്തിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കൂറയിട്ടു. കൂറയിടൽ ചടങ്ങ് ക്ഷേത്രകോമരം പള്ളിയത്ത് മാധവൻ നായർ നിർവഹിച്ചു. പറപ്പുറപ്പാടിന് തുടക്കമായി. ചടങ്ങിൽ എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി, തട്ടകദേശത്തെ ഭക്തജനങ്ങളും പൂരക്കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. കോമരം കൽപ്പന ചൊല്ലിയ ശേഷം ആദ്യത്തെ പറ ഉത്രാളിക്കാവ് ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനമായ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ആലിൻ ചുവട്ടിൽ നിന്നും സ്വീകരിച്ചു.
വെസ്റ്റ് കൊരട്ടിയിൽ വീട്ടിൽ നിന്ന് 19 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതായി പരാതി. അമ്പാട്ടുപറമ്പിൽ സന്തോഷിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കാണാതായത്. ഞായറാഴ്ചയാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. വീട്ടുകാർ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് വിവരം അറിയുന്നത്. വീടിന്റെ പിൻവാതിലും അകത്തെ അലമാരയും അടച്ചിരുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. ചൊവ്വാഴ്ച അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പെട്ടിയിലെ പാദസരം തിരഞ്ഞപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. കൊരട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,970 രൂപ, പവന് 63,760 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,482 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ്. 106 കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി. കോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ്. രജിസ്ട്രേഷൻ സംബന്ധിച്ച ഫയലുകളിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. രജിസ്ട്രേഷൻ വകുപ്പിനെ സുതാര്യവും കാര്യക്ഷമവുമാക്കി ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം ബുധനാഴ്ച തുടങ്ങും. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ അതിരപ്പള്ളിയിലെത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ആവേശലഹരിയായി. മതിവര കാഴ്ചകളുമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൊയ്ക്കുതിരകൾ എഴുന്നള്ളി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കൂറയിട്ടു. പെരുമ്പിലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിനുപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.